ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്, അതികഠിനമായ വേദന, നിൽക്കുന്നില്ല, ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ഗീതാഞ്ജലി, ഏറനാട് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്, ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം തന്നെ സ്കാൻ ചെയ്തിട്ട് ഇത് ഗർഭാശയ മുഴകളുണ്ടോ എന്താണ് അറിയേണ്ടത്. അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, അത് വേറൊരു കണ്ടീഷനാണ്. സിവിയർ ആയിട്ടുള്ള വയറുവേദന ഉണ്ടാവും മെൻസസ് ആവുന്ന സമയത്തും അതിനെ തൊട്ട് മുന്നിലുമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയ മുഴകൾ എല്ലാം നീക്കം ചെയ്യപ്പെടേണ്ടതില്ല. ഒരു 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള മുഴ ഉണ്ടാവുക, അല്ലെങ്കിൽ ഗർഭപാത്രം മൊത്തത്തിൽ ചീർത്തിരിക്കുന്ന അവസ്ഥ, വലിപ്പം കൂടിയിരിക്കുന്ന അവസ്ഥ, ബൾക്കി യൂട്രസ് അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറയും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ വളരെ സിവിയറായി 5 സെൻറ്റിമീറ്റർ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ മയോമക്ടമി. അതും ഒരു ചെറുപ്പക്കാരി, ഒരു 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അവരുടെ സിംറ്റംസിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ്. സൈസ് മാത്രമല്ല, സിംറ്റംസ് എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മൂത്രതടസ്സം ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രഷർ സിംറ്റംസ് എന്ന് പറയും, ഇതെല്ലാം വളരെ കംപ്രഷൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് നമ്മൾ മയോമക്ടമി, ഗർഭപാത്ര മുഴ മാത്രം നീക്കം ചെയ്യുക.